എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ കഴിച്ചാലും മതി വരാത്ത ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. നമ്മളെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഒറ്റ പാത്രത്തിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് ലെയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതാണ് കറക്റ്റ് മെത്തേഡ്. നമ്മൾ എന്തൊരു ഷോർട്ട് കട്ടാണ് പുലാവ് പോലെ ഒരു ബിരിയാണി. എന്നാൽ പുലാവ് പോലെയല്ല, നമ്മൾ എല്ലാ സ്പൈസസും ഒക്കെ ഇട്ട് കറക്റ്റ് ബിരിയാണിയുടെ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സും മടിയുള്ളവരുമൊക്കെ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീക്കെൻഡ് വരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്, അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചിക്കനുള്ള ബിരിയാണിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 3/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഫെനൽ സീഡ്സിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 പിടി ഫ്രൈഡ് അനിയൻസ്, വറുത്ത ഉള്ളിയാണ്. കനം കുറച്ച് അരിഞ്ഞ് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഉള്ളിയാണ്. ഇതെപ്പോഴും നേരത്തെ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയും പുലാവൊക്കെ ഉണ്ടാക്കാൻ നേരം ഇതുപോലെ എടുത്ത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയിലയും 1/2 പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനും ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു അരമണിക്കൂർ ഇതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആദ്യം ഇത് ചെയ്ത് വെക്കുക. നമ്മൾ കൈമ റൈസ് കൊണ്ടിട്ടാണ് ഈ ബിരിയാണി ഇന്ന് ഉണ്ടാക്കുന്നത്. കൈമ റൈസിന് നല്ലൊരു ഫ്ലേവറൊക്കെയാണ്, അരിക്ക് തന്നെ നല്ലൊരു രുചിയാണ്. 2 കപ്പ് കൈമ റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 250 ml കപ്പാണ്. അളന്ന് നോക്കിയപ്പോൾ 400 ഗ്രാം കൈമ റൈസ് ഉണ്ടായിരുന്നു. 1 കിലോ ചിക്കന് 400 ഗ്രാം കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് അരമണിക്കൂർ മാറ്റി വെക്കണം. ഇതും നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഒരു 6 നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസിലുള്ള സവോളയും ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പച്ചമുളകിന് എരി കുറവാണെന്നുണ്ടെങ്കിൽ 8 എണ്ണമൊക്കെ യൂസ് ചെയ്യാം. ഈ പച്ചമുളകിന് നല്ല എരിയുള്ള പച്ചമുളകായിരുന്നു. ഇനി നമുക്ക് ബിരിയാണി വെക്കാനുള്ള പാത്രം എടുക്കാം. ഇതിന് പകരം പ്രഷർ കുക്കറും യൂസ് ചെയ്യാം. നല്ല അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് എണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 2 കഷ്ണം പട്ട, 2 ഏലക്ക, 1 തക്കോലം, 5 ഗ്രാമ്പു, പിന്നെ 1 നുള്ള് പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ ബേ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ നല്ല മണം വരുന്നിട വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം, ഉണക്കമുന്തിരി. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ സാധാരണ നമ്മൾ ലാസ്റ്റാണ് വറുത്ത് ചേർക്കുന്നത്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആവുന്നവിടെ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. സവാളയുള്ളി ഇതുപോലെ നല്ലപോലെ വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഇത് ഉപ്പും ചേർത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിട വരെ വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട, എങ്കിലും നല്ല വഴണ്ട് ബ്രൗൺ കളർ ആവുന്നിട വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്ത് എളുപ്പമാണെന്ന് നോക്കി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഹൈയിലോട്ട് മാറ്റുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലോട്ട് മാറ്റി അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതുവരെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ അടുക്കി പിടിക്കുന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളത്തിലാണ് ഇത് കുക്കായി വരുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ചിക്കനിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഉപ്പ് രസം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ലൊരു ഉപ്പ് അറിയണം. ഉപ്പിങ്ങനെ മുന്നിൽ നിൽക്കണം, എന്നാലേ നമ്മുടെ ചോറിനൊക്കെ കറക്റ്റ് ഉപ്പ് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ട്. എന്നുവെച്ചാൽ മുന്നിൽ നിൽക്കണം. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നിട വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. കൈമ അല്ലെങ്കിൽ ജീരകശാല റൈസ് എന്നാണ് ഇതിന് പറയുന്നത്. റൈസ് ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ഇളക്കി പൊടിക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് ചെറിയ തീയിലൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 9-10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇവിടെ വലിയൊരു സ്റ്റീം ഹോൾ ഉള്ളതുകൊണ്ട് ഞാനൊരു മല്ലിയില വെച്ച് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കുക്കറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു അടപ്പ് വെച്ച് അടയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് വെക്കാതെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടും അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് തുറക്കാതെ തന്നെ അങ്ങനെ വെച്ചേക്കാം. ആ ഒരു 15 മിനിറ്റ് അത് അങ്ങനെ ഇരുന്ന് വേവണം. ഈ സമയത്ത് ഞാൻ ആ മല്ലിയില എടുത്ത് മാറ്റുവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് മോയ്സ്ചർ അല്ലെങ്കിൽ വെള്ളം കെട്ടിയ പോലെ ആയിപ്പോകും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കൈമ റൈസ് ആണെന്നുണ്ടെങ്കിൽ നല്ല കനവില്ലാതെ ആയിരിക്കും കിട്ടുക. എൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. ഒരു ഫോർക്ക് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആവിയുടെ ചൂടിൽ അത് പിന്നെയും അങ്ങ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ കഴിച്ചാലും മതി വരാത്ത ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൈഡ് അനിയൻസും പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉള്ളി നമ്മൾ നേരത്തെ വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയും പുലാവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും വറുത്ത് എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അത് കേടുകൂടാതെ ഇരിക്കും. ഉള്ളി വറുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ബിരിയാണി റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിയും അത്രയും മണമൊക്കെ ഉള്ളൊരു ബിരിയാണിയാണ്. എനിക്ക് ഫോട്ടോ എടുക്കാൻ പോലും ആദ്യം പറ്റിയില്ല, കാരണം സെർവ് ചെയ്യേണ്ടി വന്നു. അത്രയും നല്ല മണമുള്ളൊരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം വായിക്കാറുണ്ട്. ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈയും ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.